സാമ്പത്തിക ഇല്ലായ്മ ഇന്ന് ലോകമെമ്പാടും ചർച്ചാ വിഷയമാണ്. മലയാളി സമൂഹത്തിലും ഈ വിഷയം അതിൻ്റെ പ്രാധാന്യം നിലനിർത്തുന്നു. എന്തുകൊണ്ടാണ് ഒരു വിഭാഗം ആളുകൾ എപ്പോഴും ദാരിദ്ര്യത്തിൽ കഴിയുന്നത്? എന്താണ് അവരെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിക്കാത്തത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുമ്പോൾ റോബർട്ട് കിയോസാക്കിയുടെയും ഷാരോൺ ലെസ്റ്ററിൻ്റെയും റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന പുസ്തകത്തിലെ ചില പ്രധാന ആശയങ്ങൾ നമുക്കതിനുള്ള ഉത്തരം നൽകും. ഈ വീഡിയോയിൽ ദരിദ്രർ എന്തുകൊണ്ടാണ് ദരിദ്രരായി തുടരുന്നു എന്നതിൻ്റെ കാരണങ്ങൾ മലയാളി സമൂഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ റിച്ച് ഡാഡ് പുവർ ഡാഡിൽ നിന്നുള്ള ആശയങ്ങൾ ഉൾപ്പെടുത്തി വിശകലനം ചെയ്യുന്നു. വെൽക്കം ബാക്ക്. റിച്ച് ഡാഡ് പുവർ ഡാഡിൽ റോബർട്ട് കിയോസാക്കി ഊന്നി പറയുന്ന ഒരു പ്രധാന ആശയം സാമ്പത്തിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യമാണ്. പല ദരിദ്ര കുടുംബങ്ങളിലും പണം എങ്ങനെ കൈകാര്യം ചെയ്യണം, എങ്ങനെ നിക്ഷേപിക്കണം, എങ്ങനെ സമ്പാദ്യം വർദ്ധിപ്പിക്കണം എന്നതിനെക്കുറിച്ചുള്ള അറിവ് വളരെ പരിമിതമാണ്. മലയാളി സമൂഹത്തിൽ പലരും ഒരു ജോലി ചെയ്ത് ശമ്പളം വാങ്ങി അത് ചെലവഴിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. എന്നാൽ റിച്ച് ഡാഡ് പറയുന്നത്, നിന്റെ പണം നിനക്ക് വേണ്ടി ജോലി ചെയ്യണം, നീ പണത്തിനു വേണ്ടി ജോലി ചെയ്യരുത്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ജോലി ലഭിക്കുന്നതിനുള്ള അറിവാണ് നൽകുന്നത്, പണം എങ്ങനെ വളർത്താമെന്നല്ല. ഉദാഹരണത്തിന്, ഒരു സാധാരണ മലയാളി കുടുംബത്തിൽ കുട്ടികളെ ഡോക്ടറോ എഞ്ചിനീയറോ ആക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റ്, റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങുന്നതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല. ഈ അറിവിൻ്റെ അഭാവം ദരിദ്രരെ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്നു. റിച്ച് ഡാഡ് പുവർ ഡാഡിൽ റാറ്റ് റേസ് എന്ന ആശയം വിശദീകരിക്കുന്നുണ്ട്. ഇതൊരു അനന്തമായ ലൂപ്പാണ്. അവിടെ ഒരാൾ ജോലി ചെയ്യുന്നു, ശമ്പളം വാങ്ങുന്നു, ബില്ലുകൾ അടയ്ക്കുന്നു, വീണ്ടും ജോലി ചെയ്യുന്നു. മലയാളി സമൂഹത്തിൽ ഈ റാറ്റ് റേസ് വളരെ സാധാരണമാണ്. ഒരു ജോലിക്കാരൻ എത്ര കഠിനമായി ജോലി ചെയ്താലും അവൻ്റെ വരുമാനം പരിമിതമാണ്. റിച്ച് ഡാഡ് പറയുന്നത്, നിന്റെ ശമ്പളം നിന്റെ ഏറ്റവും വലിയ സമ്പത്തല്ല, നിന്റെ സമയമാണ്. മലയാളി യുവാക്കൾ പലപ്പോഴും ഒരു സുരക്ഷിത ജോലി തേടുന്നു, പക്ഷെ അവർക്ക് അവരുടെ സമയത്തെ സമ്പത്താക്കി മാറ്റാൻ അറിയില്ല. ഉദാഹരണത്തിന്, ഒരു ബിസിനസ് തുടങ്ങുക, നിക്ഷേപം നടത്തുക, അല്ലെങ്കിൽ പാർട്ട് ടൈം വരുമാന മാർഗങ്ങൾ കണ്ടെത്തുക എന്നിവയെക്കുറിച്ച് ചിന്തിക്കാതെ അവർ ഒരു ജോലിയിൽ ഒതുങ്ങുന്നു. ഇത് അവരെ റാറ്റ് റേസിൽ കുടുക്കുന്നു, സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൽ നിന്ന് അകറ്റുന്നു. റിച്ച് ഡാഡ് പഠിപ്പിക്കുന്ന മറ്റൊരു പ്രധാന പാഠം നിന്റെ പണത്തെ നിനക്ക് വേണ്ടി ജോലി ചെയ്യിക്കുക എന്നതാണ്. എന്നാൽ മലയാളി സമൂഹത്തിൽ പലരും നിക്ഷേപത്തെ ഭയപ്പെടുന്നു. സ്റ്റോക്ക് മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് എന്നിവയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് റിസ്ക് ആണെന്നാണ് പലരും പറയുന്നത്. റിച്ച് ഡാഡ് പറയുന്നത്, റിസ്ക് എടുക്കാതെ സമ്പത്ത് സൃഷ്ടിക്കാൻ കഴിയില്ല. മലയാളികൾ പലപ്പോഴും സുരക്ഷിതമായ മാർഗങ്ങൾ തിരഞ്ഞെടുക്കുന്നു. ഉദാഹരണത്തിന്, ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ സ്വർണം വാങ്ങൽ. എന്നാൽ റിച്ച് ഡാഡിൽ പറയുന്നത് പോലെ, നിന്റെ പണം നിന്റെ വീട്ടിൽ ഒളിപ്പിച്ചു വെച്ചാൽ അത് വളരില്ല. ഈ ഭയം ദരിദ്രരെ സമ്പത്ത് സൃഷ്ടിക്കുന്നതിൽ നിന്ന് തടയുന്നു. അവർ എപ്പോഴും അവരുടെ സുരക്ഷിതമായ പക്ഷേ വളർച്ചയില്ലാത്ത സാമ്പത്തിക മേഖലയിൽ തുടരുന്നു. മലയാളി സമൂഹത്തിൽ നിനക്കൊരു ജോലി ലഭിച്ചാൽ നിന്റെ ജീവിതം സെറ്റാണ് എന്നൊരു ചിന്താഗതി നിലനിൽക്കുന്നു. റിച്ച് ഡാഡ് പുവർ ഡാഡിൽ റോബർട്ടിൻ്റെ പുവർ ഡാഡ് ഈ മനോഭാവത്തെ പ്രതിനിധീകരിക്കുന്നു. അവൻ വിദ്യാഭ്യാസത്തിലും ജോലിയിലും വിശ്വസിക്കുന്നു. പക്ഷെ റിച്ച് ഡാഡ് പറയുന്നത്, നിന്റെ ജോലി നിന്റെ സമ്പത്തല്ല, നിന്റെ നിക്ഷേപങ്ങളാണ്. മലയാളി കുടുംബങ്ങളിൽ കുട്ടികളെ ഒരു സുരക്ഷിത ജോലിയിലേക്ക് നയിക്കുന്നു, എന്നാൽ ബിസിനസ്സോ സാമ്പത്തിക റിസ്കോ എടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഈ പാരമ്പര്യം തലമുറകളായി തുടരുന്നു. ദരിദ്ര കുടുംബങ്ങൾ സാമ്പത്തിക വളർച്ചയിൽ നിന്ന് അകന്നു നിൽക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ ഉപഭോഗ സംസ്കാരം വളർന്നു വരുന്നു. മലയാളികൾ പലപ്പോഴും പുതിയ ഫോൺ, കാർ അല്ലെങ്കിൽ ആഡംബര വസ്തുക്കൾ വാങ്ങാൻ വായ്പ എടുക്കുന്നു. റിച്ച് ഡാഡിൽ ഈ വസ്തുക്കളെ ലയബിലിറ്റി എന്ന് വിളിക്കുന്നു, കാരണം അവ നിങ്ങളുടെ പണം കുറയ്ക്കുന്നു. എന്നാൽ ഒരു ആസ്തി എന്നത് നിങ്ങളുടെ പണം വർദ്ധിപ്പിക്കുന്നതാണ്. ഉദാഹരണത്തിന്, ഒരു വാടക വീട് അല്ലെങ്കിൽ ഒരു ബിസിനസ്. ദരിദ്രർ പലപ്പോഴും ലയബിലിറ്റികൾ വാങ്ങുന്നു, ആസ്തികളല്ല. ഉദാഹരണത്തിന്, ഒരു മലയാളി കുടുംബം ഒരു കാർ വാങ്ങാൻ വായ്പ എടുക്കുന്നു, പക്ഷെ ഒരു വീട് വാടകയ്ക്ക് നൽകാൻ നോക്കുന്നില്ല. ഇതവരെ കടക്കണിയിൽ കൊടുക്കുന്നു, സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൽ നിന്ന് അകറ്റുന്നു. റിച്ച് ഡാഡ് പുവർ ഡാഡിൽ ഏറ്റവും പ്രധാനമായ ഒരു പാഠം മനോഭാവത്തെക്കുറിച്ചാണ്. റിച്ച് ഡാഡ് എപ്പോഴും പറയുന്നു, നിന്റെ ചിന്തകൾ നിന്റെ യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്നു. ദരിദ്രർ പലപ്പോഴും എനിക്കിത് താങ്ങാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്നു. എന്നാൽ റിച്ച് ഡാഡ് ചോദിക്കുന്നു, ഇത് താങ്ങാൻ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? മലയാളി സമൂഹത്തിൽ പലരും ഞാൻ ദരിദ്രനാണ്, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന മനോഭാവത്തിൽ കുടുങ്ങിക്കിടക്കുന്നു. ഈ മനോഭാവം അവരെ പുതിയ അവസരങ്ങളിൽ നിന്ന് അകറ്റുന്നു. റിച്ച് ഡാഡിൽ പറയുന്നത് പോലെ, നിന്റെ മനസ്സാണ് നിന്റെ ഏറ്റവും വലിയ ആസ്തി. ദരിദ്രർ ദരിദ്രരായി തുടരാതിരിക്കാൻ ചില മാറ്റങ്ങൾ അനിവാര്യമാണ്. അതെന്തൊക്കെയാണ്? ഒന്നാമത്തേത് സാമ്പത്തിക വിദ്യാഭ്യാസം.
സ്കൂളുകളിലും വീടുകളിലും കുട്ടികളെ പണത്തെക്കുറിച്ച് പഠിപ്പിക്കണം. രണ്ടാമത്തേത് നിക്ഷേപ മനോഭാവം. റിസ്ക് എടുക്കാൻ ഭയപ്പെടാതെ ആസ്തികൾ സൃഷ്ടിക്കാൻ ശ്രമിക്കണം. നാലാമത്തേത് ഉപഭോഗ സംസ്കാരം ഒഴിവാക്കുക. കടമെടുത്ത് ആഡംബര വസ്തുക്കൾ വാങ്ങുന്നത് ഒഴിവാക്കണം. അവസാനമായി മനോഭാവം മാറ്റുക. എനിക്ക് കഴിയില്ല എന്നതിന് പകരം എനിക്ക് എങ്ങനെ കഴിയുമെന്ന് ചിന്തിക്കണം. റിച്ച് ഡാഡ് പുവർ ഡാഡിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ദാരിദ്ര്യം ഒരു സാമ്പത്തിക പ്രശ്നം മാത്രമല്ല, മനോഭാവത്തിൻ്റെയും അറിവിൻ്റെയും പ്രശ്നം കൂടിയാണ്. മലയാളി സമൂഹത്തിന് ഈ ആശയങ്ങൾ സ്വീകരിച്ച് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് ഒരു പാത തുറക്കാൻ കഴിയും. ദരിദ്രർ എപ്പോഴും ദാരിദ്ര്യത്തിൽ തുടരേണ്ടതില്ല. ശരിയായ അറിവും മനോഭാവവും പ്രവർത്തനവും ഉണ്ടെങ്കിൽ ഏതൊരാൾക്കും സമ്പത്തിൻ്റെ പാതയിലേക്ക് നടക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.